ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഈയിടെയായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ക്യാമറ DJI Osmo Pocket 3 എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. അപ്പോൾ ഈ ക്യാമറയുടെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വരുന്നത് ക്രിയേറ്റർ കോംബോ എന്ന് പറയുന്നൊരു ക്യാമറയാണിത്. ഇത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, ഒന്ന് നോർമൽ ക്യാമറ, ഒന്ന് ക്രിയേറ്റർ കോംബോ. അപ്പോൾ ക്രിയേറ്റർ കോംബോയിൽ എക്സ്ട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്, അതേമാതിരി DJIന്റെ മൈക്ക് 2 വരുന്നുണ്ട്, ഒരു ബാറ്ററി ഹാൻഡിൽ വരുന്നുണ്ട്, ട്രൈപോഡിന്റെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്, അങ്ങനെ എന്തെല്ലാം എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പൊ എന്തെല്ലാം വരുന്നത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഇത് മേഡ് ഇൻ ചൈനയാണ് വരുന്നത്. പിന്നെ മോഡൽ നമ്പർ വരുന്നത് PP101 എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ മൈക്ക് 2ന്റെ മോഡൽ നമ്പർ വരുന്നത് DMT02 എന്നാണ്. അതുപോലെ തന്നെ ഇതിന് TDR എന്ന് എഴുതിയിട്ടുണ്ട്. TDR എന്ന് പറയുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അവിടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. ഞാനത് മേടിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണ എന്നാണ്. ചിലപ്പോൾ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പൊ നമുക്കിത് സമയം കളയണ്ട, ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇതിന്റെ അൺബോക്സിങ് ഞാൻ ഷോപ്പിൽ നിന്ന് ഒരു പ്രാവശ്യം ഞാനിത് ഓപ്പൺ ആക്കി നോക്കിയതാണ്. സാധാരണ DJIന്റെ എല്ലാ പ്രൊഡക്റ്റും വരുന്നത് പോലുള്ള ഒരു ബാഗ് തന്നെയാണ്. ഒരു സ്മാൾ ബാഗ്, ഒതുക്കുള്ളൊരു ബാഗ് തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളൊരു ബാഗ് തന്നെയാണ് അവർ ഈ ഓസ്മോ 3ന്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. ഇത് ക്യാമറയുടെ കവറാണെന്ന് തോന്നുന്നു. ഇതാണ് ക്യാമറയുടെ കവർ വരുന്നത്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റർ കോംബോയിൽ എന്തെല്ലാമാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഇത് ആണ് DJI Osmo 3 എന്ന് പറയുന്ന ക്യാമറ. ഒരു 2 ഇഞ്ച് ഡിസ്പ്ലേയും 1 ഇഞ്ച് ലെൻസും ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതൊരു ഫ്ലിപ്പ് ടൈപ്പ് ഡിസ്പ്ലേ ആണ്. ഇത് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഓൺ ആവും, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് ഓൺ ആവുന്നുണ്ട്. ഇത് ഓഫ് ചെയ്യാനും ഇതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്താലും ഓഫ് ആവും ചെയ്യും. വളരെ സ്മാൾ സൈസാണ്, ഈസി ആയിട്ട് നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് വളരെ സ്മാൾ സൈസ് ഒരു ക്യാമറയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കവർ നമുക്ക് ഈസി ആയിട്ട് ഈ കവറിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പോക്കറ്റിലേക്ക് ഇട്ടിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഒരു DJI 2ന്റെ ഒരു മൈക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പവർ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ വരുന്ന സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വീഡിയോസൊക്കെ പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനുള്ളൊരു റെക്കോർഡ് ചെയ്യാനുള്ളൊരു സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു ഒരു എക്സ്റ്റൻ ഹാൻഡിലാണ്. നമുക്ക് ഇതിനൊരു എക്സ്ട്രാ കുറച്ച് ജസ്റ്റ് വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. ഒരു എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഹാൻഡിൽ, ഒരു ലോക്കിംഗ് സിസ്റ്റമാണ്. രണ്ട് സൈഡിലും ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് റിമൂവ് ചെയ്യാൻ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ. അതുപോലെ തന്നെ പോർട്ടബിൾ ബാറ്ററി വന്നിട്ടുണ്ട്. ഇത് എക്സ്ട്രാ ബാറ്ററി, ഇതിൽ ചാർജ് തീർന്നു പോയാൽ, ലോ ബാറ്ററി ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാറ്ററി, ഈ ഒരു ചാർജ് ഉപയോഗിച്ചിട്ട്, ഈ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളതാണ് ഒരു ട്രൈപോഡ്. ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ ബാക്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
പിന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളാണ്. 15mm വരുന്നൊരു 15mm എന്നൊരു ലെൻസ് വരുന്നുണ്ട്. ഇതിന് ഓൾറെഡി ഉള്ള ലെൻസ് 20mm ആണ്. അപ്പോൾ ഇതൊന്നുകൂടി വൈഡായിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ്, ഇത് വൈഡായിട്ട് വീഡിയോ ചെയ്യാൻ 15mm വരുന്നത്. ഒരു മൈക്കിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു വിൻഷീൽഡ് വരുന്നുണ്ട്. പിന്നെ ഒരു സ്ട്രാപ്പ്, ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. ഒരു മാഗ്നറ്റ് വരുന്നുണ്ട്. മൈക്കിന് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് മൈക്ക് ഹൈഡ് ചെയ്യണം, നമുക്ക് മൈക്ക് ഇത്ര വലിയൊരു മൈക്ക് ഇങ്ങനെ പുറത്തേക്ക് കാണിക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഷർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഒരു മാഗ്നറ്റ് വെച്ച് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്രിയേറ്റർ കോമ്പോയിൽ വരുന്നത്. ഇനി ഇതിൻ്റെ സെറ്റിങ്സും പ്രവർത്തനം എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്.